നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടൂർ നിയമസഭാ മണ്ഡലത്തിലെ CPI സ്ഥാനാർത്ഥി പ്രിജി കണ്ണന്റെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദം. അന്തരിച്ച കോൺഗ്രസ് നേതാവ് MG കണ്ണന്റെ പേര് ദുരുപയോഗം ചെയ്യാനുള്ള ശ്രമമെന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി CPIക്കുള്ളിൽ ഭിന്നതയും രൂക്ഷമായിരിക്കുകയാണ്. മുൻപ് പ്രിജി ശശീന്ദ്രൻ എന്നായിരുന്നു സ്ഥാനാർത്ഥിയുടെ പേര്. പ്രിജി ശശീന്ദ്രൻ പേര് മാറ്റി പ്രിജി കണ്ണൻ ആയതിനെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മ രംഗത്തെത്തി. സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് ഐഡിയിൽ പേര് മാറ്റിയത് ചൂണ്ടിക്കാട്ടിയാണ് അവരുടെ വിമർശനം. 2020-25 കാലയളവിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നപ്പോഴും 3 മാസം മുൻപ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം കരിയിപ്ര പഞ്ചായത്തിലെ വാർഡിൽ മത്സരിച്ച് തോറ്റപ്പോഴും പ്രിജിയുടെ പേരിനൊപ്പം ശശിധരൻ എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അടൂരിന്റെ ജനനേതാവായ MG കണ്ണന്റെ യഥാർത്ഥ ഭാര്യ സജിത കണ്ണൻ ആണെന്നും അദ്ദേഹത്തിന്റെ പേര് രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാനുള്ള CPIയുടെ തരംതാണ ശ്രമം വില പോവില്ല എന്നുമാണ് ശ്രീനാദേവി ഫേസ്ബുക്കിൽ കുറിച്ചത്. ശ്രീനാദേവിയുടെ കുറിപ്പ് നമുക്ക് നോക്കാം. അടൂർ നിയോജക മണ്ഡലത്തിലെ CPIയുടെ LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതായി കണ്ടു. അവർ 2020-25 കാലത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നപ്പോഴും 3 മാസം മുൻപ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിച്ച് കൊല്ലം കരിയിപ്ര പഞ്ചായത്തിലെ വാർഡിൽ തോറ്റപ്പോഴും കുറച്ചു നിമിഷം മുൻപ് വരെയും സ്വന്തം ഫേസ്ബുക്ക് പ്രൊഫൈലിലും അവരുടെ പേരിന്റെ കൂടെ ശശിധരൻ ആയിരുന്നു, കണ്ണൻ ഇല്ലായിരുന്നു. അടൂരിന്റെ ജനനേതാവ് MG കണ്ണന്റെ ഭാര്യയാണ് അവർ എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണ് ഈ പേര് മാറ്റം എങ്കിൽ പത്തനംതിട്ടയിലെ CPI നേതൃത്വത്തിന് തെറ്റി. MG കണ്ണനെ അടൂരിലെ ജനത ഹൃദയത്തിൽ സ്വീകരിച്ചതാണ്. MG കണ്ണൻ കോൺഗ്രസുകാരനാണ്. രാഷ്ട്രീയ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരുപാട് ഹൃദയ ബന്ധങ്ങൾ ഉള്ള മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ഭാര്യയുടെ പേര് സജിത എന്നാണ്. സജിത കണ്ണൻ എന്നാണ്. ഇത്തരത്തിൽ CPIയുടെയും ഇടതുപക്ഷത്തിന്റെയും തരംതാണ രാഷ്ട്രീയ നിലവാരം വ്യക്തമാക്കുന്ന പ്രവൃത്തികൾ ഇനിയും തുടരുക. അടൂരിലെ ജനങ്ങൾ, മനുഷ്യർ, രാഷ്ട്രീയ ബോധമുള്ളവർ നിങ്ങളെ വിലയിരുത്തും. അതേസമയം പ്രിജി കണ്ണനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ CPI അടൂർ മണ്ഡലം കമ്മിറ്റി അംഗം EK സുരേഷ് പരസ്യമായി രംഗത്തെത്തി. സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള സംസ്ഥാന കൗൺസിൽ അംഗത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് സുരേഷ് തന്റെ എതിർപ്പ് രേഖപ്പെടുത്തിയത്. കുടിയേറ്റ കർഷകർക്ക് നമോവാഹം എന്നും CPI പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ചേരുന്നതാണ് നല്ലത് എന്നും അദ്ദേഹം കമന്റ് ചെയ്തു. കൊല്ലം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗമായ പ്രിജിയയുടെ പേര് ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ചിരുന്നില്ല. മണ്ഡലം കമ്മിറ്റി സ്ഥാനാർത്ഥിയായി EK സുരേഷിന്റെ പേര് നിർദ്ദേശിച്ചിരുന്നെങ്കിലും സംസ്ഥാന നേതൃത്വം പ്രിജിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു.